ഹായ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. അപ്പൊ നിങ്ങൾ എന്നെ പോലെ ഒരു റിമോട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇതുപോലത്തെ കുറച്ച് കമന്റ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവൂലേ? അതായത് കുറെ പേര് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് രാവിലെ ഈ ഓഫീസിലേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടി രാവിലത്തെ ഹരിബറി വർക്കെല്ലാം കഴിഞ്ഞ് ഓടി വരേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ടൈം കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടല്ലോ, എന്താ പറയാ, രാവിലെ കുറച്ച് ഞങ്ങളെക്കാളും എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു ടോപ്പിക് ഇതാണ്. അതായത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റിയാലിറ്റി ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു റിമോട്ട് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ജോബ് ചെയ്യുന്ന ഏതൊരു ഇൻഡസ്ട്രിയിൽ പെട്ട അല്ലെങ്കിൽ ഏരിയയിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു 7 ടിപ്സ് ആണ് കേട്ടോ ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 1, ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്കെന്നും പറഞ്ഞിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വർക്ക് സ്പേസ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവണം. ഇപ്പൊ ഒരു റിമോട്ട് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇന്ററപ്ഷൻസ് വരൂലേ, അതുമല്ല ബാക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ നിങ്ങളുടെ ജോലിനെ ഇത് പതുക്കെ പതുക്കെ അഫക്ട് ചെയ്യാൻ തുടങ്ങും. ചിലപ്പം ജോലിയിൽ ഇതൊരു നിങ്ങളുടെ വർക്കിൽ ഇത് മിസ്റ്റേക്സുകൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ ടൈം ഇതുകൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെന്നും പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോ ഒരു ചെറിയ ഡെസ്ക് ആണെങ്കിലും മതി, പക്ഷെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ആർക്കും ഈസിലി അക്സസ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു നല്ലൊരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യണം. നല്ലൊരു ലൈറ്റ് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഏറ്റവും ബെറ്റർ നാച്ചുറൽ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ബെറ്റർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഡെസ്ക് ലാമ്പെങ്കിലും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു നല്ല ചെയറിൽ മസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു ഷോർട്ട് പീരീഡിലാണ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ലോങ് ടൈമിൽ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നല്ലൊരു ചെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു ചീപ്പ് ചെയറിൽ നിങ്ങൾ എക്കണോമിക് ഒക്കെ നോക്കിയിട്ട് എന്താ പറയാ, ലാഭം നോക്കി നിങ്ങൾ പോയി ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ചെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റർ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ബില്ല് ഇതിന്റെ ഒരു 10 ഇരട്ടിയായിരിക്കും, ഈ ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഗസ്റ്റുകൾ വരും. ഫെസ്റ്റിവൽ ടൈംസിലൊക്കെ എസ്പെഷ്യലി നമുക്ക് കിട്ടുന്നത് ഒരു ദിവസമാണ് ലീവെങ്കിൽ അവർ പ്രിപ്പറേഷൻ ഒരു വീക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യൂലേ. അപ്പൊ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ വേണം നിങ്ങൾ ഈ ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നോർമൽ ഡേയ്സിലാണെങ്കിൽ പോലും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ടിവിന്റെ സൗണ്ട് അവർ ചിലപ്പോൾ കൂടുതൽ വോളിയത്തിലൊക്കെ വെച്ചിട്ട് കാണാൻ ചാൻസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫ്രണ്ട്സ് വന്നിട്ട് അവരുടെ ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളൊരു ഏറ്റവും ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പോലെ, ആരും നിങ്ങളെ പെട്ടെന്ന് ഇന്ററപ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാത്ത പോലെ ഒരു നല്ല വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാം. ഇനി ടിപ്പ് നമ്പർ 2, ടൈം മാനേജ്മെന്റും റൊട്ടീനും ആണ്. അതായത് ഇപ്പൊ ഒരു ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് അയാൾ ഒരു കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടാവൂലേ. അതായത് അറ്റ്ലീസ്റ്റ് കൊളീഗ്സിനെങ്കിലും കണ്ടിട്ട് അവരൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളും കോൺഷ്യസ്ലി എന്ത് ചെയ്യുക, ഈ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ കേസിൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ 9:30 വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇപ്പൊ ഓഫീസിൽ പോകുന്ന ഒരാള് ഒരു ട്രാഫിക്കിനൊക്കെ അനുസരിച്ച് ഡിസ്റ്റൻസിനൊക്കെ അനുസരിച്ച് 8:30 അല്ലെങ്കിൽ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങൂലേ. ആ ഒരു 8:30 ആകുമ്പോഴത്തേക്കും അവരവരുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് തന്നെയായിരിക്കണം നമ്മുടെ കേസിലും. അതായത് നമ്മളിപ്പോൾ 9:30ക്കാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ 9:30ക്ക് മുന്നേ അറ്റ്ലീസ്റ്റ് 9:50 ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ടാവണം. അതായത് ഇപ്പൊ കിച്ചൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും. ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു കാര്യങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ ഫുഡ് അടക്കം എല്ലാം കഴിഞ്ഞ് പ്രോപ്പർ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു 9:30 എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസ് ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കും ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയാ, ഓഫീസിൽ ഒരാൾ എടുക്കുന്ന അതേ ലഞ്ച് ബ്രേക്കേ നിങ്ങളും എടുക്കാവുള്ളൂ. ഇപ്പൊ ഒരു 1 hour ആണെങ്കിൽ ആ 1 hour തന്നെ നിങ്ങൾ 1 hour നിങ്ങൾ എടുക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയി അവർ 1 hour കൊണ്ട് അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാതെ പോകാതിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻ ബിറ്റ്വീൻ ഈ ഫുഡ് കഴിക്കുന്നത്. അതായത് കോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്നാക്സ് കഴിക്കുന്നത്, ടീ കഴിക്കുന്നത്, അതെല്ലാം ഒഴിവാക്കുക. നിങ്ങൾക്കൊരു ടീ
ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു ടൈം സെറ്റ് ചെയ്യുക. അല്ലാതെ വർക്കിന്റെ ഇടയിൽ കൂടെ ഇത് പോയി ചെയ്യരുത്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനെ അഫക്ട് ചെയ്യും. അങ്ങനെ ഒരു 6:30 ആയിരിക്കും മോസ്റ്റ് എല്ലാ കമ്പനീസിലും വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു എൻഡ് ടൈം. നിങ്ങൾ ഒഫീഷ്യലി അവിടെ വെച്ച് നിങ്ങളുടെ വർക്ക് എൻഡും ചെയ്യുക. അതായത് അതിനുശേഷം നിങ്ങൾ ഇരിക്കാതിരിക്കുക. ഒരു 7 o'clock ശേഷം വരുന്ന മെസ്സേജസ് ആണെങ്കിലും ഇമെയിൽസ് ആണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. അത് നിങ്ങൾ നെക്സ്റ്റ് ഡേ അറ്റൻഡ് ചെയ്താൽ മതി. സാധാരണ ഓഫീസിൽ പോകുന്ന ഒരാൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. മീൻസ് ഹൈ പ്രയോറിറ്റി ഉള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പുതിയൊരു കസ്റ്റമർ വന്നിട്ട് അവരുടെ ഇതൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ഒരു ഡെയിലി നിങ്ങൾ ഈ ഒരു ഓവർനൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാതിരിക്കുക. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു ടൈം സെറ്റ് ചെയ്യണം. മോർണിംഗ് ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര മണിക്ക് എൻഡ് ചെയ്യണം, ഇത്ര ടൈമിൽ ടീ ബ്രേക്ക്, ഇത്ര ടൈമിൽ ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവണം. അപ്പൊ നിങ്ങളുടെ ആ ഒരു 8 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്ന വർക്കും എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നീറ്റായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വീട്ടുകാരുടെ കേസ് പറയുവാണെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം അല്ലേ, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരല്ലേ എന്നാണ്. അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണല്ലോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ അവർ ചോദിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവും. അവിടെ നിങ്ങൾ മസ്റ്റായിട്ടും നോ പറയുക. അതായത് നിങ്ങളൊരു ബൗണ്ടറി മസ്റ്റായിട്ടും സെറ്റ് ചെയ്യണം. അപ്പം ഫാമിലിയോട് ക്ലിയർ ആയിട്ട് പറയുക, എൻ്റെ ഓഫീസ് ടൈമിൽ ദയവ് ചെയ്ത് എന്നെ ഇന്ററപ്റ്റ് ചെയ്യരുത്, അതെന്റെ വർക്കിനെ ബാധിക്കും എന്നുള്ളത് അവരോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് മനസ്സിലാവുന്ന പോലെ സോഫ്റ്റ് ആയി ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇപ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവരുടെ വർക്ക് ഡിസ്കഷൻ എന്ന് പറയുന്നത് കൂടുതൽ ക്ലാരിറ്റി ഉള്ളതായിരിക്കും. അതായത് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മളെ പോലെ റിമോട്ട് വർക്ക് ചെയ്യുന്നവര് കൂടുതലും വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ മെസ്സേജസിൽ കൂടി ആണെങ്കിലും അല്ലെങ്കിൽ ഫോൺ കോൾസിൽ കൂടി ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് രാവിലെ ഉള്ള നമ്മുടെ ഒരു സ്ക്രം മീറ്റിംഗ് അല്ലെ, ഡെയിലി സ്റ്റാൻഡപ്പ് അല്ലേ, അത് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ പ്രൊയാക്റ്റീവ്ലി എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യുക. അതായത് നിങ്ങളുടെ അസംഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ക്ലാരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡോക്യുമെന്റേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ചിലപ്പം ഈ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടീംസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കോൾസിനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക, മീറ്റ് അല്ലെങ്കിൽ സൂം യൂസ് ചെയ്യാറുണ്ട്. ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് നോഷനും അതുപോലെ തന്നെ അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസുകാർ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ടാസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ജിറ അല്ലെങ്കിൽ ട്രെല്ലോ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇപ്പൊ നിങ്ങളുടെ ടാസ്ക് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം, ടൈം പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാം എന്താ പറയാ, പിന്നീട് അതിലൊരു ഡിസ്കഷനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിലേക്കും ഒന്നും പോവാത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഞാൻ ഒരാളുടെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, അയാൾ ഇതുപോലെ റിമോട്ട് വർക്ക് ചെയ്ത സമയത്ത് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 ദിവസം അയാൾ ഒരു വർക്ക് ചെയ്തു. അതിനുശേഷമാണ് അയാൾക്ക് മനസ്സിലായത് അയാൾ ചെയ്യുന്ന ഈ വർക്കും ക്ലയന്റ് എക്സ്പെക്ട് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു എന്ന്. അപ്പൊ എന്താ പറ്റിയത്, അവർക്ക് ഫ്രം സ്ക്രാച്ച് പിന്നെയും ആ വർക്ക് ഒന്നേം തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. 4ാമത്തെ ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യണം എന്നുള്ളത് ഡെവലപ്പേഴ്സിന്റെ ഒക്കെ കേസിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ. അതായത് ഇപ്പൊ ഒരു റിമോട്ട് വർക്ക് ചെയ്യുന്നവരുടെ കേസിൽ നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഇപ്പോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ കൊളീഗ്സിന്റെ ബേസ് വളർച്ച കാണുമ്പോൾ അല്ലെങ്കിൽ അവർ പഠിക്കുന്നൊക്കെ കാണുമ്പോൾ പോസിറ്റീവ് വേയിൽ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവും അവർക്ക്. പക്ഷെ വീട്ടിലിരിക്കുന്നവര് കോൺഷ്യസ് ആയിട്ട് ഈ എഫേർട്ട് ഇടണം. എന്താന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഡെഡിക്കേറ്റ് ചെയ്യണം. ട്രൈ ചെയ്യാട്ടോ. മൺഡേ ടു ഫ്രൈഡേ മതി, സാറ്റർഡേ സൺഡേ നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നു. ഇൻഡസ്ട്രി ട്രെൻഡ്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യാം. പുതിയ ന്യൂസ് ലെറ്റേഴ്സും പോഡ്കാസ്റ്റ് ഒക്കെ ഫോളോ ചെയ്യാം.
അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ കോഴ്സസ് അല്ലെ, പുതിയ ഇപ്പോൾ AI റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് പിക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗിറ്റ്ഹബ് പ്രൊഫൈൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാം. ടെക് കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇപ്പം ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് പോസ്റ്റ് ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ടെക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒക്കെ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിപ്പം മലയാളം തന്നെ വേണമെന്നല്ല, ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു 1 hour അല്ലെങ്കിൽ ഒരു 30 minutes ഡെയിലി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുക കേട്ടോ. ഇനി 5ാമത്തെ ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞതുപോലെയെല്ലാം. അതായത് നിങ്ങളുടെ ഹെൽത്തും പ്രൊഡക്ടിവിറ്റിയും. ഇപ്പൊ ഹെൽത്ത് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്തും. ഇപ്പൊ നമ്മളെ പോലെ റിമോട്ട് വർക്ക് ചെയ്യുന്നവരുടെ വലിയൊരു ട്രാപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ചെയറിലായിരിക്കും അല്ലേ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു എക്സസൈസ് ഉണ്ടാവില്ല, സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഹെൽത്ത് ടിപ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1 hour കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 minutes നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതായത് നിങ്ങളുടെ കണ്ണിനും റെസ്റ്റ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരിക, കുറച്ച് നല്ലതുപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോ 9:30ക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 9:25 ആകുമ്പോൾ എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ച് നേരെ വന്ന് ഇരുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഈവനിങ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിന് പോവാം, അല്ലെങ്കിൽ ഒരു എക്സസൈസിന് റൊട്ടീൻ തന്നെ സെറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണല്ലോ. വീക്കെൻഡ്സ് നിങ്ങൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. കാരണം കോഡിങ് മാത്രമല്ലല്ലോ, ലൈഫ് എൻജോയ് കൂടെ ചെയ്യാനുള്ളതാണല്ലോ. ഇതിനുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്തും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഇന്ററാക്ഷൻസ് നമുക്ക് കുറവായിരിക്കും. സോ ലോൺലിനെസ് എന്തെങ്കിലും ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഹോബീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഫാമിലി ടൈം പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പൊ പൊമോഡോറോ ടെക്നിക്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അത് ഫോളോ ചെയ്യുക. അതായത് ഒരു 25 മിനിറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 minutes ബ്രേക്ക് എടുക്കുക. 25 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 1 hour ആക്കാം. ഒരു 1 hour ആണെങ്കിൽ 5 minutes ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണ് സൈലന്റ് മോഡിൽ വെക്കുക. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും കൊണ്ടുവന്ന് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതെല്ലാം ഫോണിൽ കീപ്പ് ചെയ്തു. അതായത് സിസ്റ്റത്തിൽ വർക്കിന്റെ ഇടയിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും നമ്മളെ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡിസ്റ്റർബ് ചെയ്യും, നമ്മുടെ ഒരു ഫോക്കസിനെ കളയും. സോ നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം കീപ്പ് ചെയ്യുക. ഇനി 6ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ ഗ്രോത്തും നെറ്റ്വർക്കിങ്ങും ആണ്. അതായത് നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിനെ പ്ലാൻ ചെയ്യണം. നമ്മൾ റിമോട്ട് വർക്കുകാർക്കുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും നമ്മുടെ കരിയർ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അത് നിങ്ങളെ മുകളിലുള്ളവരൊക്കെ അത് നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും ഇന്റേണൽ പ്രൊജക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് വോളണ്ടിയർ ആകാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയാ, മെന്റർഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് സീക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇൻഡസ്ട്രി ഇവന്റ്സ് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഫിസിക്കലാണെ ബെറ്റർ, അറ്റ്ലീസ്റ്റ് വിർച്വലെങ്കിലും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നെറ്റ്വർക്കിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ ടെക് പ്രൊഫഷണൽസിനൊക്കെ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ടെക് മീറ്റപ്സ് ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പൊ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് കിട്ടിയാലും നിങ്ങൾ ഗ്രാബ് ചെയ്യണം. ബ്ലോഗ് റൈറ്റിംഗിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഇൻകത്തിന്റെ ഗ്രോത്തും. അതായത് ഇപ്പം മൾട്ടിപ്പിൾ ഇൻകം ഇതിന് ട്രൈ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വർക്ക് കൂടാതെ ചെറിയ ചെറിയ ഫ്രീലാൻസിങ് വർക്കോ കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ കോഴ്സ് ക്രിയേഷൻ, ഇങ്ങനെ ചെറിയ മൾട്ടിപ്പിൾ ഇൻകം കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളൊരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കിൽ സ്റ്റാക്ക് ഡെവലപ്പ് ചെയ്യുക. അതായത് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിലേക്കുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പഴയ ഫ്രെയിം വർക്കാണ് ഇപ്പോഴും തുടരുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഫോർട്ട് ഇട്ട് പുതിയ ഫ്രെയിം വർക്ക് പഠിക്കാം. പഴയ ലാംഗ്വേജ് ആണ് അത്, എന്താ പറയാ, ഇപ്പൊ ഈ പെർഫോമൻസിനൊക്കെ കേസിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇപ്പോഴും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫോർട്ട് ഇട്ട് പുതിയ ഇപ്പൊ ഒരുപാട് മാർക്കറ്റിൽ പുതിയ ഫ്രണ്ട് എൻഡ് ആണെങ്കിലും ബാക്ക് എൻഡ് ആണെങ്കിലും ലാംഗ്വേജസ് വരുന്നുണ്ട്, ബെറ്റർ ഒപ്റ്റിമൈസ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ തന്നെ എക്സിസ്റ്റിംഗ് ലാംഗ്വേജ് പുതിയ വേർഷനൊക്കെ റിലീസ് ചെയ്ത് ഒപ്റ്റിമൈസ്ഡ് ആവുന്നുണ്ടാവും. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടാവും. ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ ടിപ്പ് ടൂൾസും അതുപോലെ തന്നെ സെറ്റപ്പും ആണ്. റൈറ്റ് ആയിട്ടുള്ള ടൂൾസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം
ഡെല്ലിന്റെ ഒരു ലാപ്ടോപ്പ്, അതിപ്പോ ഡെവലപ്പേഴ്സിന്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്പെക്സ് മസ്റ്റ് ആയിട്ടും വേണം. അത് നമ്മുടെ ഒരു 40%ഓളം നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. കാരണം എന്താ പറയാ, സിസ്റ്റം ഹാങ് ആവുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു 8 അവേഴ്സിൽ ചിലപ്പോൾ 4 അവേഴ്സും ഒരു വീക്കിലി ഒരു 2 ടൈംസ് എങ്കിലും പോകുന്നുണ്ടാവും. അപ്പൊ ഒരു നല്ല ഇതുപോലുള്ള ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കൂ. ഇപ്പൊ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു കീബോർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മെക്കാനിക്കൽ കീബോർഡിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറി നോക്ക്. അതുപോലെ തന്നെ ബെറ്റർ നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ കീപ്പ് ചെയ്യുക, പവർ ബാക്കപ്പ് ഉണ്ടാവുക. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പവർ ഫെയിലർ ഒക്കെ വരുന്നിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 അവർ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ടീം ലീഡറെ വിളിക്കണം. ആവശ്യമില്ലാത്ത കോൺവെർസേഷൻ അവർക്കും ഡിഫിക്കൽട്ടിയാണ്. നമ്മൾ എന്തായാലും ഈ ഒരു വർക്ക് ഫ്രം ഹോം കുറച്ച് നാളത്തേക്ക് തുടരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻഷുർ ചെയ്യുക. പിന്നെ VPN പാസ്വേഡ് മാനേജർ പോലുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഫോക്കസ് ആപ്സുകൾ, ഫോറസ്റ്റ്, കോൾ ടർക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതുപോലുള്ള ടൂൾസ് ഒക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 7 ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പറയുന്ന പോലെ റിമോട്ട് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. പക്ഷെ ഡിസിപ്ലിൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെക്കാളും കൂടുതൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് വേണം. സ്ട്രക്ചേർഡ് ആയിട്ടൊരു റൊട്ടീൻ കീപ്പ് ചെയ്യണം. അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ടീമിന്റെ ഇടയിൽ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. കരിയർ ഗ്രോത്ത് നിങ്ങളായിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. റൈറ്റ് ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിമോട്ട് വർക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാനുമായിട്ട് കമന്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു റിമോട്ട് വർക്കിൽ നിങ്ങൾ ഇതൊന്നും അല്ലാതെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കമന്റ്സ് കുറെ ഡെവലപ്പേഴ്സും IT ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ കാണുന്നതാണ്. അവരുടെ ടിപ്സും ഒരുപക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കും. എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.